നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 26 ആണ്. ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം. ഓക്കെ, അപ്പം ഇന്ത്യയുടെ വിദേശ നയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ 3 തരത്തിലുള്ള നയങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് പഞ്ചശിലാ തത്വം. ഈ പഞ്ചശിലാ തത്വം എന്തുവാണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 28ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലൊരു ഓവർവ്യൂ പറയാം. ഈ പഞ്ചശിലാ തത്വങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനയിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആളും കൂടെ ചേർന്ന് 1954 ഏപ്രിൽ 29 ഈ പഞ്ചശിലാ തത്വം എന്ന് പറയുന്ന തത്വം രൂപീകരിച്ചത് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം 2 രാജ്യങ്ങൾ, നമുക്കറിയാം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തിൽ ഒന്നാണ് ചൈന എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഐക്യത്തോടും പരസ്പര ബഹുമാനത്തോടും നമ്മൾ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു പഞ്ചശീല തത്വത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇത്രയും ഓർത്താൽ മതി, ബാക്കി നമുക്ക് 28 പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ നയം എന്ന് പറയുമ്പോൾ ചേരിചേരാ നയം. നമുക്ക് അറിയാം നമ്മുടെ വേൾഡിൽ 2 തരത്തിലുള്ള ചേരികളാണുള്ളത്. ഒന്ന് അമേരിക്കൻ ചേരി. അമേരിക്കക്കാരുടെ ചേരി എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. രണ്ടാമത് വരുന്ന റഷ്യൻ ചേരി. റഷ്യൻ ചേരി എന്ന് വെച്ചാൽ എന്താണ്? റഷ്യക്കാരുടെ ചേരി എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ 2 ചേരിയിലും പെടുന്ന ഒരു രാജ്യമാണ്. അല്ലാതെ ഒരു ചേരിയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, 2 ചേരിയിലും പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയത്തിലൊന്ന്. ഇനി അടുത്തൊരു നയം എന്ന് പറയുമ്പോൾ വർണ്ണവിവേചനം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വർണ്ണവിവേചനത്തിന് എതിരായിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ജാതിയോ മതമോ വർഗമോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്ന ഒരു ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യയുടെ 3 വിദേശ നയങ്ങൾ. 1 പഞ്ചശിലാ തത്വം, 2 ചേരിചേരാ നയം, 3 വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള നയം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഇന്ത്യക്ക് ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ടുള്ള ബന്ധമാണ്. നമുക്കിനി നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധത്തിലാണ് ഉള്ളത്. മനസ്സിലായോ? കാരണം ഐക്യരാഷ്ട്രസഭ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം ഇന്ത്യ അംഗീകരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇന്ത്യ ഒരു അംഗമാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ, പക്ഷെ ഒരു സ്ഥിര അംഗമല്ല. സ്ഥിരാംഗമാവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ. സ്ഥിര അംഗം എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു 5 രാജ്യങ്ങളാണുള്ളത്. നമ്മുടെ റഷ്യ, ചൈന, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള 5 രാജ്യങ്ങളാണ് നമ്മുടെ സ്ഥിരാംഗത്തിൽ വരുന്നത്. ഇവർക്ക് വീറ്റോ അധികാരമുണ്ട്. വീറ്റോ അധികാരം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ 5 രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം പറയുകയാണ് ഞാൻ ഇതിന് അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ അവിടെ മുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളൊരു അവകാശമാണ് വീറ്റോ അവകാശം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവാനായിട്ട്. ഇന്ത്യ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യ അതിന് വളരെയധികം യോഗ്യതയുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഭാഗമാവാൻ പറ്റിയൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.